കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിലുള്ള വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ചത്. ഷോക്കേറ്റ് മിഥുൻ സർക്കാരിന്റെ കൊടിയ അനാസ്ഥ മൂലമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂനിരപ്പിൽ നിന്നും ഷെഡിൽ നിന്നും വൈദ്യുതി ലൈനിന് സുരക്ഷിത അകലം ഉണ്ടായില്ല. വീഴ്ച സംബന്ധിച്ച് വൈദ്യുതി മന്ത്രി കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. 40 വർഷമായുള്ള ലൈനിന് താഴെ സ്കൂൾ അധികൃതർ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത് ആരോടും അനുമതി വാങ്ങാതെയാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതെയിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സമയം രാവിലെ 9 മണി കഴിഞ്ഞിരുന്നു. ക്ലാസ് തുടങ്ങും മുൻപ് കുട്ടികൾ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ചെരുപ്പ് കൂട്ടുകാരൻ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് എറിഞ്ഞത്. 2ാം നിലയിലെ പലകകൾ ഇളകിക്കിടന്ന ഭാഗത്തേക്ക് ഡെസ്ക് വലിച്ചിട്ട് മിഥുൻ ഷെഡിന് മുകളിലേക്ക് കയറി. മഴ പെയ്ത് കിടന്നതിനാൽ പെട്ടെന്ന് കാൽ വഴുതി. കയറി പിടിച്ചത് വൈദ്യുതി ലൈനിലായിപ്പോയി. തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പോകുന്ന 3 ഫേസ് ലൈൻ 40 വർഷം മുൻപ് സ്ഥാപിച്ചതാണ്. എന്നാൽ 10 വർഷം മുൻപാണ് ഇവിടെ സൈക്കിൾ ഷെഡ് പണിതത്. ലൈനിൽ നിന്ന് പ്രധാന കെട്ടിടത്തിലേക്കും അധിക ദൂരമില്ല. അതായത് ഈ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനാസ്ഥ മാത്രമാണ്. കാര്യം KSEBിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ചോദിക്കാൻ പറഞ്ഞ് KSEBിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ 2 മാസം മാറ്റാമെന്ന് പറയുന്നത് പറഞ്ഞിട്ട് 2 മാസത്തോളം ആവുന്നത് അവരിതുവരെ മാറ്റിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലൈൻ കമ്പി ഇവിടെ പോകുമ്പോൾ ഈ ഷീറ്റ് ഇവിടെ അടിക്കുന്നത് എന്തിനാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിക്സഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഈ ലൈൻ കമ്പി മുന്നേ ഇവിടെ പോയിരിക്കുന്ന ലൈൻ കമ്പിയാണ്. അതിന്റെ കീഴിൽ ഈ ലൈൻ കമ്പി അല്ലേ ഒന്ന് ഈ ലൈൻ കമ്പി മാറ്റിയിട്ട് വേണം ഈ ഷീറ്റ് ഇവിടെ അടിക്കേണ്ടത്. സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി സമ്മതിച്ചു. വീഴ്ചകൾ എണ്ണി പറയുന്നതാണ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട്. ലൈനിന് ഭൂനിരപ്പുമായുള്ള സുരക്ഷിത അകലം ഉണ്ടായിരുന്നില്ല. ഷെഡിന്റെ മുകൾ ഭാഗത്ത് അപകടകരമായ തരത്തിൽ ലൈൻ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം ഹെഡ്മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനിക്കാമെന്നായിരുന്നു മറുപടി. സ്കൂളിൽ ഷെഡ് കെട്ടിയത് പെർമിഷൻ മേടിക്കേണ്ടതാണ്. പഞ്ചായത്തിൻ്റെ പെർമിഷൻ മേടിക്കുന്നതാണ്. ഇങ്ങനെ കെട്ടാൻ പാടില്ല, ലൈനിൻ്റെ എത്ര താഴെ കെട്ടാൻ പാടുള്ളൂ എന്നുള്ളത് അതൊക്കെ ലംഘിച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് നോക്കിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇൻസ്പെക്ഷൻ നോക്കിയില്ല എന്ന് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് 2 പ്രശ്നവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയ ശേഷം നടപടിയുണ്ടാകും. വൈദ്യുതി ലൈനിന് താഴെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ KSEB അറിയിക്കണമെന്ന പ്രാഥമിക നടപടിക്രമം പോലും സ്കൂൾ മാനേജ്മെന്റ് പാലിച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. വളരെ ദുഃഖകരമായ സംഭവമാണ്. നമുക്ക് ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. ഗവൺമെൻറ് എടുക്കേണ്ട നടപടികൾ, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കേണ്ട നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കും. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മോനോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ്. മോന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. മന്ത്രി ശിവൻകുട്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുടെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 4 പഞ്ചായത്തുകളിലെ പ്രാദേശിക CPIM നേതാക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു സ്കൂൾ ഭരണസമിതി. ദാരുണ സംഭവം ഉണ്ടായതിന് പിന്നാലെ UDF BJP പ്രവർത്തകർ പ്രകടനമായി എത്തി പ്രതിഷേധിച്ചു. എന്നാൽ CPIM ഭരിക്കുന്ന സ്കൂൾ എന്ന് വിശേഷിപ്പിക്കരുതെന്നും ജനകീയ ഭരണസമിതിയാണ് സ്കൂൾ നിയന്ത്രിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. അതായത് ജനകീയ സമിതിയാണ്. വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ. അതൊരു ജനകീയ സമിതിയാണ്. ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. LDF ഭരണത്തിൽ എല്ലാ സിസ്റ്റവും തകർന്നതിന്റെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് മിഥുൻ എന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇതും പറയുന്ന സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ജനാധിപത്യ ഗവൺമെന്റ്, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നത് 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷം പകുതി ആകുമ്പോഴത്തേക്കിന് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തികളായി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടവും കുഞ്ഞുങ്ങൾ
പാവപ്പെട്ടവരാണ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ ജീവന് വില കൽപ്പിക്കാത്ത നിലയിലേക്കുള്ള ഒരു സമീപനമല്ലേ. മിഥുന്റെ വീടുള്ള വിളന്തറ ഗ്രാമം ആകസ്മിക ദുരന്തത്തിന്റെ ആഘാതത്തിലാണ്. ഒട്ടേറെ സാമ്പത്തിക പരാധീനതകളുള്ള വീടാണ് മിഥുന്റേത്. അച്ഛൻ മനോജ് നിർമ്മാണ തൊഴിലാളിയാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്ഥിരം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അമ്മ സുജ കുവൈത്തിൽ വീട്ടുജോലി ചെയ്യുകയാണ്. എന്നാൽ ആ കുടുംബം തുർക്കിയിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. അതുകൊണ്ട് ദുരന്ത വാർത്ത അമ്മയെ ഉടൻ തന്നെ അറിയിക്കാനുമായില്ല. അമ്മ നാട്ടിലെത്തിയ ശേഷമാകും മിഥുന്റെ സംസ്കാരം നടക്കുക. മിഥുനൊരു അനുജനുണ്ട്, സുജിൻ. 6ാം ക്ലാസ്സിലാണ്. മിഥുൻ 7ാം ക്ലാസ് വരെ പട്ടക്കടവ് സ്കൂളിലായിരുന്നു. 1 മാസം മുൻപാണ് തേവലക്കര സ്കൂളിലേക്ക് മാറിയത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. അസ്വാഭാവിക മരണത്തിന് ശാസ്താംകോട്ട പോലീസും കേസെടുത്തു. ന്യൂസ് മലയാളം, കൊല്ലം.